Good morning, everyone. Thank you. Good morning. Good morning. Am I all. audible? Yes. Okay. ഞാൻ വീഡിയോ ഓൺ ചെയ്യാട്ടോ, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണേ. Hope you all are doing well. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു പുലരിയിലേക്ക്, പ്രഭാതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ? നല്ലൊരു ടോപ്പിക് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എ വേക്കപ്പ് കോൾ. തോറ്റെടുത്ത് നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങാം. ഓക്കെ, ആർ യു റെഡി? Yes. റെഡിയല്ലേ? Yes, ma'am. ഓക്കെ, കഴിയുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ഫ്രീയാണ് മാഡം. റെഡി എന്ന് പറഞ്ഞേ. തോറ്റെടുത്ത് നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങാം. Ready. റെഡിയാണോ? Ready. Yes, ma'am. All ready. Assalamualaikum. അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മള് തോൽവിയിലാണോ നിൽക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയണം. അതൊന്ന് ജയിച്ചു തുടങ്ങിയിട്ടുണ്ടോ, എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ? വേണ്ടേ? അല്ലേ, നമ്മുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഡിസ്കവർ യുവർ സെൽഫ്. Yes or no? Yes. Yeah. ഞാൻ മുമ്പ് ഫൈൻഡ് യുവർ സെൽഫിൽ, ഡിസ്കവർ യുവർ സെൽഫിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ ഓരോ ഇമോഷൻസിനെയും നമ്മൾ തിരിച്ചറിയണമെന്നും ഇല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലൈഫില് പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും പല സ്റ്റെക്ക് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മളവിടെ സ്റ്റെക്കായി നിൽക്കും. ജസ്റ്റ് എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ, എവ്രി വൺ. ഓക്കെ, താങ്ക് യു. ഇനിയില്ല? ഓക്കെ, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, അല്ലേ, നമ്മുടെ ലൈഫിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഉയർച്ചയും താഴ്ചയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് സ്റ്റെക്കായി പോകും. വാട്ട്സ് നെക്സ്റ്റ് എന്ന് ചിന്തിച്ച് സ്റ്റെക്കായി നിൽക്കുന്ന മൊമെന്റ്സ് ഉണ്ടാവാറുണ്ട് ഇല്ലേ? ചിലത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും, ചില കാര്യങ്ങൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് പ്രത്യേകിച്ചൊന്നും അല്ലെ, നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരും പെട്ടെന്ന് തന്നെ അല്ലെ. വലിയ വലിയ ഇമോഷൻസ് ഒന്നും അതിൽ വരാറില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ ഭയങ്കരമായിട്ട് കൊള്ളും, നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, സ്റ്റെക്കായി പോകും. ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അത് ചിന്തിച്ചിട്ടുണ്ടോ?
ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു പോയിന്റ്സ് ഇല്ല. ഓക്കെ, പൊതുവെ ഞാൻ എന്താ ചെയ്യാറുണ്ട്, ഞാനൊരു മൊഡ്യൂളൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. തിയറിറ്റിക്കൽ ആയിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത് അല്ലേ, ഓരോ പോയിന്റ്സ് വെച്ച് പറഞ്ഞ് തിയറിറ്റിക്കൽ ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഈ ഒരു ടോപ്പിക്കിന് തിയറി ആവശ്യമില്ല, പോയിന്റ്സ് ആവശ്യമില്ല. റിയൽ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ തിയറിറ്റിക്കൽ ആയിട്ട് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ വെച്ച് പറയേണ്ട കാര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ അതിനു വേണ്ടി ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോ ചില സമയത്ത് നമ്മൾ സ്റ്റക്കായി പോവും. ഇനി എന്താ ചെയ്യുക? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ലെറ്റ് മീ നോ, നിങ്ങളാണെങ്കിൽ എന്താണ് ചെയ്യാറുള്ളത്? ആ സ്റ്റക്കായി കഴിഞ്ഞാൽ അവിടെ നിൽക്കുവോ, അതോ അവിടെ നിന്ന് മുന്നോട്ട് നിങ്ങൾ തന്നെ സ്വയം ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമോ, അതോ വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവോ? വാട്ട് വിൽ യു ഡു? എന്താ ചെയ്യാറുള്ളത്? ഞാൻ സ്വയം തന്നെ ചെയ്യാറാണ്. കാരണം ചെറുപ്പത്തിലൊക്കെ വെച്ചാൽ നമുക്ക് പാരന്റ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നിരിക്കുക. നമുക്ക് ഏജ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടത്തില്ലല്ലോ. നമ്മൾ പിന്നെ സ്വയം തന്നെ എല്ലാം ചെയ്യണം. ഓക്കെ, സ്വയം മുന്നോട്ടേക്ക് വരും. Yes. ചില സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അല്ലേ? എന്നാലും ചില ആളുകൾക്ക് അതിന് പറ്റാതെ വരും, തളർന്നു പോകുന്ന സാഹചര്യം. ഇനി എന്താ ചെയ്യുക? ഇനി ഞാൻ എങ്ങനെ മുന്നോട്ടേക്ക് പോകും? ഇങ്ങനെ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ആണ് ഫൈൻഡ് യുവർ സെൽഫിന്റെയും സെൽഫ് ഡിസ്കവറിയുടെ ഒക്കെ പ്രാധാന്യം ഉള്ളത്. കാരണം നമ്മൾ എന്താണെന്ന് നമുക്ക് കൃത്യമായ ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്താണെന്നുള്ളൊരു കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും റിക്കവർ ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ പറ്റും. അല്ലാത്ത സമയം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അല്ലാത്ത സമയം നമ്മൾ ഒരുപാട് പല രീതിയിലുള്ള കൺഫ്യൂഷനുകൾ, കാരണം നമ്മളെ പറ്റി നമുക്കേ അറിയില്ല, പിന്നെ മറ്റുള്ളവർ പറയുന്നതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥ. അതേസമയം നമ്മളെ പറ്റി നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഉത്തരം ഉണ്ടാവും. എവറിത്തിങ് ഹാവ് എ റീസൺ അല്ല, എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടായിരിക്കും. എന്ത് പ്രോബ്ലം ആണെങ്കിലും അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. മേ ബി അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഈ സൊല്യൂഷനും റീസൺ കണ്ടുപിടിച്ചാലേ നമുക്ക് സൊല്യൂഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. CBT ഒക്കെ ചെയ്യുമ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞ് അതിലൊക്കെ ചെയ്യുമ്പോൾ ആദ്യമായി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ റീസൺ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുക, എന്നിട്ട് അതിന്റെ സൊല്യൂഷനിലോട്ട് പോവുക. ഇങ്ങനെയൊക്കെയാണുള്ള പ്രോസസ്സുകളാണ് അവിടെയൊക്കെ നടക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എവറിത്തിങ് ഹാവ് എ റീസൺ. അപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രോബ്ലം എന്താണോ, നമ്മുടെ മൈൻഡ് ഡൗൺ ആയി പോകുന്നതോ, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ആൻസൈറ്റി വരുന്നു, ഡിപ്രഷൻ വരുന്നു, ഫിയർ വരുന്നു, നമ്മള് മെന്റലി ഒരുപാട് സ്റ്റക്കായി നിൽക്കുന്നു, ഇതിനെല്ലാം ഒരു റീസൺ ഉണ്ടായിരിക്കും. സോ നമ്മൾ സെൽഫ് ഡിസ്കവർ ചെയ്യുന്ന സമയത്ത്, നമ്മളെ പറ്റി തന്നെ സ്വയം ചോദിക്കുന്ന സമയത്ത്, സ്വയം ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്ന സമയത്ത് ഈ റീസൺ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു, ഡിസ്ചാർജ് ആയതിന് 2-3 days ആയിട്ടോ. Everything is fine. She is completely stable now. Okay, thank you. അപ്പൊ അങ്ങനെ നമ്മള് സ്റ്റക്കായി നിൽക്കുന്ന മൊമെന്റ്സ് ലൈഫിൽ സംഭവിക്കാറുണ്ട് അല്ലേ? ചില സമയങ്ങളിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രോബ്ലംസും ഉണ്ടാവില്ല. നമ്മള് ഫുൾ പവർ ആയിട്ട് ആ ട്രാക്കിലൂടെ കയറി പോകുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുന്ന പോലെ ചില സമയത്ത് വരുന്ന സെറ്റ് ബാക്സുകൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്ന മൊമെന്റ്സ് വരുമ്പോൾ നമ്മളൊന്ന് ഷോക്ക്ഡായി പോകും അല്ലെ? ഷോക്കായി പോകും. ദെൻ നെക്സ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് നെക്സ്റ്റ്? ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ വാട്ട് ഈസ് ദ എക്സിസ്റ്റൻസ്? ഇത്രയും നാളും ചെയ്തതിൽ നിന്നും എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. മേ ബി ആ സമയത്ത് നമുക്ക് സ്വയമേ ചോദിച്ചുകൊണ്ട്
സെൽഫ് ആസ്കിങ്ങിലൂടെ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും, റീസൺ കിട്ടും, സൊല്യൂഷൻ കിട്ടും. മേ ബി നമുക്ക് വേറൊരാളുടെ ഹെൽപ്പ് വേണ്ടി വരും. നമ്മുടെ പാർട്ട്നേഴ്സിന്റെയോ ഫ്രണ്ട്സിന്റെയോ തെറാപ്പിസ്റ്റിന്റെയോ ഒക്കെ ഹെൽപ്പ് വേണ്ടി വരും. ഇതിൽ ഏത് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ പറഞ്ഞ പോലെ ചില അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് എങ്കിൽ നമ്മൾ അത്രയും രീതിയിൽ ജഡ്ജ് ചെയ്യാത്ത രീതിയിൽ പറ്റുന്നവരാണ് കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പോട് കൂടി നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ കിട്ടിക്കോളണം എന്നില്ല. പക്ഷെ ആ ഒരു മൊമെന്റിൽ നിന്ന് നമ്മളെ മുന്നോട്ടേക്ക് വരാൻ ഇവര് ഹെൽപ്പ് ചെയ്യും. സൊല്യൂഷൻ അല്ല അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ സ്റ്റക്കായി നിൽക്കുന്ന മൊമെന്റിൽ നിന്ന് നമുക്ക് മുന്നോട്ടേക്ക് വരണം. അവിടെ തന്നെ നിന്നത് കൊണ്ടൊരു കാര്യമില്ല അല്ലെ? അപ്പൊ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും. മേ ബി ഫ്രണ്ട്സ് ആയിരിക്കാം, മേ ബി തെറാപ്പിസ്റ്റ് ആയിരിക്കാം. ഇത് ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിച്ചുകൊണ്ട് നമുക്കത് തീരുമാനിക്കണം. എന്തിനാ? അവിടെ സ്റ്റക്ക് ആയി നിന്നത് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മളൊരു വിഷമകരമായ ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ആ ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്റ്റക്നെസ്, ആ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മളെ ബാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും തിരിച്ചറിയണം. അങ്ങനെ നിന്നതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ? നമുക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ടേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ മറ്റുള്ള അച്ചീവ്മെന്റ്സിലോട്ട് നമുക്ക് കയറി വരാൻ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, നമ്മള് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലേക്കെല്ലാം ബാക്ക് ടു ട്രാക്ക് അല്ലെ, ബാക്ക് ടു നോർമൽ ലൈഫ് ഒക്കെ വരാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം സ്റ്റക്കായി നിൽക്കുമ്പോൾ അവിടെ നിന്നത് കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. നമുക്ക് മുന്നോട്ടേക്ക് വന്നാൽ മാത്രമേ നമുക്ക് നേടാനുള്ളൂ എന്നുള്ള തിരിച്ചറിവ് വരുന്നു. നമ്മളെ പ്രതീക്ഷിച്ചിട്ട് നമ്മുടെ കൂടെ ആളുകളുണ്ട് അല്ലേ? നമ്മളൊരാൾ മുടങ്ങിപ്പോയത് കൊണ്ട് അവിടെയൊന്നും ബുദ്ധിമുട്ടുകൾ വരരുത് എന്നുള്ള തിരിച്ചറിവൊക്കെ വരുന്നതിന് ശേഷം നമുക്ക് അതിലേക്കൊക്കെ സമയമെടുക്കും. മേ ബി ഒരു ദിവസം കൊണ്ട് ഇതിലേക്കൊന്നും വന്നോളാം. ഇതുപോലെ കംപ്ലീറ്റ്ലി നോർമലായി വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മേ ബി 2 or 3 ഡേയ്സ് എടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ടായിരിക്കും നമ്മള് ബാക്ക് ടു നോർമലിലോട്ടൊക്കെ വരിക. അപ്പോഴും നമുക്കൊരു അവിടെ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു കാര്യം ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. സോ റിയലൈസ് ചെയ്യുക ദീസ് ആൾ ആർ നോർമൽ. അവിടെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സമയം വരുന്ന സമയത്ത് എനിക്ക് എന്തോ പറ്റിപ്പോയി, ഇനി ഞാൻ ഒരിക്കലും പഴയ പോലെ ആവില്ല, എനിക്ക് ഇനി ഒരിക്കലും പഴയ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ മാറ്റി വെച്ചുകൊണ്ട് എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ ദീസ് ആർ നോർമൽ. ഇതെല്ലാം ലൈഫിന്റെ ഭാഗമാണ്. അവിടെ നമ്മൾ സ്വയം തീരുമാനിച്ച് നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ മുന്നോട്ടേക്ക് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും പഴയ പോലെ ആവാൻ പറ്റും. ഈ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു മൊമെന്റ്സിൽ നിന്ന് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയുക. ഇതെല്ലാം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം എല്ലാ മനുഷ്യരിലും നടക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാവരിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നിലും നടക്കുന്നത്. സോ ഞാൻ ഇവിടെ സ്റ്റക്കായി നിൽക്കാണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമാണ് ഞാൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ തീരുമാനിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ഓൺ ചെയ്തു വരാൻ പറ്റും. മേ ബി ഇറ്റ്സ് ഹാർഡ്, ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ റിയലൈസ് ചെയ്യുക, നമ്മള് ചെയ്യുന്നതിലൂടെ നമ്മൾ സക്സസ്ഫുൾ ആവും, നമുക്കത് നേടിയെടുക്കാൻ പറ്റും, നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടായിരിക്കുക. ഹാർഡ് ആണെങ്കിലും നമുക്കത് നേടിയെടുക്കാൻ പറ്റും. ആൻഡ് ആൾസോ ഒരുപാട് കുറെ തിരിച്ചറിവുകൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ കൂടെ നിന്നവര്, നമ്മളെ ഹെൽപ്പ് ചെയ്തവര്, നമ്മളെ ദ്രോഹിച്ചവര്, നമ്മളെ ബുദ്ധിമുട്ടിച്ചവര്, നമ്മളെ ഇട്ടിട്ട് പോയവര്, ഒരു ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നമ്മളെ ദ്രോഹിച്ചവരും കൂടെ നിന്നവരും ഹെൽപ്പ് ചെയ്തവരും ഇട്ടിട്ട് പോയവരും കുറ്റപ്പെടുത്തിയവരും, ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് ആൾസോ ഇത് മാത്രമല്ലാണ്ട് നമ്മൾ എടുത്ത കുറെ തീരുമാനങ്ങൾ, നല്ല തീരുമാനങ്ങളും മോശം തീരുമാനങ്ങളും കാരണം നമുക്കുണ്ടായ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാം. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ നമുക്ക് ഇനി ഭാവിയിൽ കൂടെ കൂട്ടാം ഇല്ലേ? നമ്മൾ ദ്രോഹിച്ചവരോ അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോയവരോ ആണെങ്കിൽ പിന്നീട് ഒരു കാര്യം വരുമ്പോൾ നമുക്കൊന്ന് കരുതലുണ്ടായിരിക്കണം. കാരണം ഈ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവര് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് യാതൊരു പ്രതീക്ഷയും കൊടുക്കരുത് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പ്രവർത്തിക്കാനോ ചെയ്യാനോ സാധിക്കും.
നമ്മുടെ കൂടെ നിന്നവരാണെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും ഏത് സമയത്താണേലും ഇവരെന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അതിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാവും. ഈ ലഭിച്ചതിനെ നമുക്ക് കൂടെ കൂട്ടിക്കൊണ്ട് ആ സ്റ്റക്ക് ആയിട്ടുള്ള മൊമെന്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി നടക്കുന്ന കാര്യങ്ങളെല്ലാം നോർമലാണ്. അതാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. ഇതൊരു പ്രശ്നമല്ല, ഇതൊരു തെറ്റല്ല, അല്ലെങ്കിൽ ഇത് അബ്നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ നോർമൽ അല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം എന്റെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നല്ല. എല്ലാവരുടെ ലൈഫിലും പല രീതിയിൽ നടക്കുന്നു. അതിൽ നിന്നും നമുക്ക് സംഭവിക്കുന്നത് എല്ലാവരുടെ ലൈഫിലും പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതിലൂടെ ഒരു കാര്യം എന്റെ ലൈഫിൽ നടന്നു. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നല്ല കാര്യങ്ങൾ നമ്മുടെ കൂടെ കൂട്ടുക, അല്ലാത്തതിനെ വിട്ട് കളയുക, എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക. നല്ല നല്ല എക്സ്പീരിയൻസ് കൂടെ കൂട്ടുക. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴും അബദ്ധങ്ങൾ പറ്റാതെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെയോ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ കൂടെ കൂട്ടുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അതായത് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ശ്രമിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ചത് കൊണ്ട് ഞാനിങ്ങനെ രക്ഷപ്പെട്ടു ട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ കാര്യം വരുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കയ്യിലൊരു സ്റ്റോറി ഉണ്ടാവുക. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റും. അല്ലാത്തതിനെ നമുക്ക് എന്ത് ചെയ്യാം? അല്ലാത്ത എല്ലാ കാര്യങ്ങളും അവിടെ വിട്ടുകൊണ്ട് മുന്നോട്ടേക്ക് വന്നുകൊണ്ട് വീണ്ടും ബാക്ക് ടു നോർമൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ട്രാക്കിലൊക്കെ നമുക്ക് കയറാൻ പറ്റണം. അവിടെയാണ് ഞാൻ പറഞ്ഞത് മേ ബി ഇറ്റ്സ് ഹാർഡായിരിക്കാം. എപ്പോഴും അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല എല്ലാതും. അതും ഒരു തിരിച്ചറിവാണ്. അവിടെ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ്, നമ്മളെല്ലാവരെയും മുന്നോട്ടേക്ക് കൊണ്ടുവരുന്ന ആളാണ്. നമ്മുടെ കാര്യം വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു, അതിലൊന്നും ഒരു അർത്ഥവുമില്ല. എന്താണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരാളായതുകൊണ്ട് ഇങ്ങനെയൊന്നും പാടില്ല, ഇങ്ങനെ ഒരാളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞാനൊരു മനുഷ്യനാണ്, എനിക്കിതെല്ലാം ഉണ്ടാവുന്നതാണ്, ഞാനിതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൽ മാത്രമാണ് പ്രാധാന്യമുള്ളത്. അതിലേക്ക് ഞാൻ എങ്ങനെ കൊണ്ടുവരുന്നു, എന്നെ എങ്ങനെ മാറ്റിയെടുക്കുന്നു, എന്നെ എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യങ്ങളിലാണ് മാറ്റുന്നുള്ളത്. മറ്റുള്ള ജഡ്ജ്മെന്റിലൊന്നും യാതൊരുവിധ ഇതും കൊടുക്കാതെ എന്ത് ചെയ്യാ, വിട്ടുകളയാ. നമുക്ക് സ്വയമേ നമ്മളെ വിശ്വസിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിയും തെറ്റും തിരിച്ചറിയുക. അതിലെ ശരിയെ നമ്മൾ കൂടെ പിടിക്കുക, തെറ്റുകളുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ നോക്കുക. ഇനി അതിലുള്ള മറ്റുള്ള ഈ പറഞ്ഞ പോലെ എവറിത്തിങ് ഹാസ് എ റീസൺ, എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ആൻഡ് ആൾസോ നമുക്കൊരു സൊല്യൂഷൻ ലഭിക്കും. ആ സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റിയ സൊല്യൂഷൻ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് നോക്കുക. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവുമോ? ഇല്ല, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ അതിനെ റിയലൈസ് ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ ആലോചിച്ചുകൊണ്ട് അതിനൊക്കെയുള്ള ഒരു ട്രാക്കിലോട്ട് മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ പറ്റും. ദാറ്റ് ഈസ് ദ തിങ്. അതാണ് എല്ലാവരും ലൈഫിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന കാര്യം. അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോ ഇതെന്തുകൊണ്ട് എനിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളൂ, എന്റെ ലൈഫിൽ എന്നും പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചു പോവാതെ ഇതെല്ലാവരിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, എവറിത്തിങ് ഇസ് നോർമൽ, ദീസ് ആർ ആൾസോ നോർമൽ. ഇതും എന്താണ്, നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുക, ചിലത് കൂടിയും കുറഞ്ഞു ഇരിക്കും. അതിന് നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു, നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ മാത്രമാണ് പ്രാധാന്യമുള്ളത് എന്ന് മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഇങ്ങനെ ഒരാളാണ്, അല്ലെങ്കിൽ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര സ്റ്റെബിലിറ്റി ഉള്ള ഒരാളാണ്, പ്രൊഫഷണലി ഈ ഒരു പ്രൊഫഷണൽ ഇരിക്കുന്ന ആളാണ്, അവർക്ക് ഇതൊന്നും പറ്റില്ല, അവർക്ക് ഇതൊക്കെ സംഭവിച്ചില്ല, ഇങ്ങനെ യാതൊരുവിധ ചിന്തകൾക്കും പ്രസക്തി ഇല്ല. അവിടെ എന്താണ്, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്, ഇതെല്ലാം എല്ലാവരിലും നടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യല്ല വേണ്ടത്, ജഡ്ജ്മെന്റ് അല്ല അവിടെ വേണ്ടത്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രൊഫഷന്
അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാവുന്ന നമ്മുടെ ബോൾഡ്നെസ് ഇതൊന്നും നമുക്കൊരു ബാധ്യതയായി മാറില്ല. അല്ലാത്ത സമയം ഇതൊരു ബാധ്യതയായി മാറും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാവാൻ പറ്റും. ആസിഫ് അലി ആളുടെ ക്യാരക്ടർ നമ്മുടെ മൈൻഡിൽ നമ്മൾ കാണുന്ന രീതിയിൽ ആളുടെ ക്യാരക്ടർ എങ്ങനെയാ? ഭയങ്കര ബോൾഡായി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണോ അവൾക്ക്? കേൾക്കുന്നില്ല കേട്ടോ. യെസ്, ഈസ് കാം ആൻഡ് സോഫ്റ്റ് അല്ലേ? ഭയങ്കര കാമായി സോഫ്റ്റ് ആയി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ആസിഫ് അലിയുടെ. അത് മീഡിയയുടെ മുന്നിൽ അങ്ങനെ ആള് കാണിക്കുന്നതല്ല ഈസ് ലൈക്ക് ദാറ്റ്, ആൾ അങ്ങനെയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുന്നിലും ആൾ അങ്ങനെയാണ് എന്നുള്ളൊരു ശരിയായ കാര്യം തന്നെയാ. പക്ഷെ ഹീസ് എ ഹ്യൂമൻ, ആളൊരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇന്റർവ്യൂവിലോ മറ്റോ സ്റ്റേജ് പ്രോഗ്രാമിലോ എവിടെയോ മറ്റോ ആയിട്ട് എന്താണ് ആസിഫ് അലി എന്ന് ചോദിക്കുമ്പോൾ ആസിഫ് അലിന്റെ പറ്റി മറ്റൊരാൾ പറയുന്ന ഒരു ഉത്തരവാണ് എന്ത്? ഇത് അയാൾക്കൊരു ബാധ്യതയാണ്. ഈ കാം ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ബാധ്യതയാണ്. മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് എല്ലാവരുടെ മനസ്സിലും, അല്ലെങ്കിൽ ആൾ അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു എന്നുണ്ടെങ്കിലും മനുഷ്യനാണ്, ഇമോഷൻസ് എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ ഒരു സമയം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ കാമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളും റെസ്പോൺസുകളും മാത്രമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും സാഹചര്യത്തിൽ പ്രതികരിച്ചു പോയാൽ എല്ലാവരും ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ട്, എന്തിനിങ്ങനെയൊക്കെ ചെയ്ത? ഭയങ്കരമായിട്ടുള്ള ഇത്രയും നാളെ നല്ലത് പറഞ്ഞവരെല്ലാം തിരുത്തി പറയാൻ തുടങ്ങും. ആൾസോ എന്താണ്, അത് അദ്ദേഹത്തിന് ഒരു ബാധ്യതയാണ്. ഈ ഒരു നല്ല മുഖം, അല്ലെങ്കിൽ കാമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഒരു മുഖം എല്ലാവരുടെ മുന്നിലും ഉള്ളത് ആൾക്കൊരു ബാധ്യതയാണ്. ഇതാണ് എല്ലാവരുടെയും പ്രശ്നം. അതായത് നമ്മളുടെ പ്രൊഫഷൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബോൾഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവര് കരയുന്നതോ അവര് വിഷമിക്കുന്നതോ എന്താണ്? അതൊരു ബാധ്യതയാണ്. ആ ബോൾഡ്നെസ് അവർക്കൊരു ബാധ്യതയായി മാറും. കാരണം വിഷമം വരുന്ന സാഹചര്യത്തില്, സങ്കടം വരുന്ന സാഹചര്യത്തിൽ, ഇമോഷൻസ് വരുന്ന സാഹചര്യത്തിൽ അതിനെ കൃത്യമായി പ്രകടിപ്പിക്കാൻ പറ്റാതെ നിന്ന് സ്റ്റക്കായി പോകും. അവരുടെ പ്രൊഫഷൻ, അവരുടെ ആ ഒരു, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ അതിനൊരു ബാധ്യതയായി മാറും. അതേസമയം അതേപോലെ തന്നെയാണ് നിഷ്കളങ്കരായിട്ട് പുറത്ത് കാണപ്പെടുന്ന, അല്ലെങ്കിൽ അവർ അതായത് പ്രതികരിക്കാതെ കാമായി സോഫ്റ്റായി നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അവർക്കും പ്രതികരിക്കുന്ന രീതി എന്താണ്? അവർക്കൊരു ബാധ്യതയായി പോകും. സൊസൈറ്റി കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് എന്റെ പ്രൊഫഷൻ എന്തോ ആണോ, എന്റെ ക്യാരക്ടർ എന്തോ ആണോ, എന്റെ പ്രൊഫഷൻ എന്താണെങ്കിലും എന്റെ ക്യാരക്ടർ എന്താണ്? ഞാൻ മേ ബി സോഫ്റ്റ്, ഭയങ്കര എന്താ പറയാ, ഇതായിട്ടുള്ള ആളാണ്, ബോൾഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. അതേസമയം സോഫ്റ്റ് ആയിട്ട് കാം ആയിട്ട്, അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര ഡൗൺ ആവുന്ന ഒരു ഭാഗം എനിക്കുണ്ട്. അത് പുറത്ത് കാണിക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് കാണിക്കാൻ പാടില്ല എന്നില്ല. അതൊരു തെറ്റാണ് എന്നില്ല. കാണിക്കാൻ പാടില്ല, അതൊരു തെറ്റാണ് എന്നില്ല. അവിടെയാണ് നമ്മൾ ഇമോഷൻസിന്റെ, മനുഷ്യനാണ്, എല്ലാവർക്കും പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവും, ഇത് നോർമൽ ആണെന്ന് തിരിച്ചറിയേണ്ടെന്ന് പ്രാധാന്യമുള്ളത്. അതേപോലെ തന്നെയാണ് ഭയങ്കര കാമായി കൂളായി സോഫ്റ്റായി നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നുള്ളത് ഒരു ബാധ്യതയായി പോവരുത്. അവർക്ക് ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെടുക തന്നെ വേണം. അതൊരു ബാധ്യതയായി പേടിച്ചുകൊണ്ട് അതിനെ, ആ വരുന്ന ഇമോഷനെ പിടിച്ചു മാറ്റി കഴിഞ്ഞാൽ അയാളുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കും, ഇല്ലേ? അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ എന്ത് ചെയ്യരുത്, അതിനെ ജഡ്ജ് ചെയ്ത് ഒരാളെയും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ അപ്പത്തെ ഇമോഷനാണ് അവർ പ്രകടിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാം? സോ അവരങ്ങനെ കാമായിട്ടുള്ള ഒരാളായതുകൊണ്ട് അവരെ ദേഷ്യപ്പെടാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല. അവരങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അവരങ്ങനെ കരയാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതെല്ലാം എന്താണ്? മനുഷ്യരിൽ ഉണ്ടാവുന്ന ഇമോഷൻസ് ആണ്. ഇതെല്ലാം നോർമലായിട്ട് എല്ലാവരിലും ഉണ്ടാവുന്ന ഇമോഷൻ. ചില ക്യാരക്ടറിന് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ചില ബിഹേവിയറിനനുസരിച്ചിട്ട് ചിലത് കൂടുതലായിട്ട് മുന്നിൽ കണ്ടു നിൽക്കും, ചിലത് എന്തായിരിക്കും? ഇപ്പൊ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാളുടെ ബോൾഡ്നെസ് മാത്രമായിരിക്കും മുന്നിലോട്ട് വന്ന് നിൽക്കുന്നുണ്ടാകുക. അതല്ലാത്തൊരു വശം അയാൾക്കുണ്ട്.
എന്നുള്ള തിരിച്ചറിയും. അത് ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്തോട്ട് വരും, അതൊരു തെറ്റായ കാര്യമല്ല. അതേപോലെ തന്നെയാണ് സോഫ്റ്റ് ആൻഡ് കൂളായിട്ട് കാമായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും അയാളുടെ മുന്നിലേക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. നമുക്ക് എല്ലാവരും കാണാൻ പറ്റാതാണ്. അതല്ലാത്തൊരു മുഖം ഉണ്ടായിരിക്കും, അത് എല്ലാവർക്കും കാണാൻ പറ്റില്ല. അയാളുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള കംഫർട്ട് സോണിലായിട്ടുള്ള സർക്കിളിൽ മേ ബി കാണാൻ പറ്റിയിട്ടുണ്ടാവും, മേ ബി ആരും കണ്ടിട്ടുണ്ടാവില്ല. വാട്ട് എവർ ഇറ്റ് ഈസ് അപ് ടു ഹിം. അവരുടെ ഒരു ഇതിനനുസരിച്ചിട്ടായിരിക്കും. പക്ഷെ അങ്ങനെ ആയതുകൊണ്ട് അവർക്കത് പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളതുണ്ടോ? ഇല്ല. അങ്ങനെ ആയതുകൊണ്ട് അത് അവർക്ക് ബാധ്യതയായി പോകാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്കിതൊരു ബാധ്യതയായി മാറരുത്. എവ്രി വൺ ഹാസ് ഇമോഷൻസ് അല്ലേ? എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ടാകും. എല്ലാവരും മനുഷ്യരാണ്. ഇമോഷൻസ് പലതരത്തിലായിരിക്കും. നമ്മൾ പുറമെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇമോഷൻ ഇതാണ് എന്നുള്ളത് കൊണ്ട് അത് മാത്രമേ കാണിക്കാൻ പറ്റൂ എന്നില്ല. നമ്മുടെ മൈൻഡിലുള്ളത് എന്താണ് അത് അതുപോലെ നമുക്ക് പുറത്തോട്ടേക്ക് വരാൻ പറ്റണം. അതല്ലെങ്കിൽ നമുക്കതൊരു ബാധ്യതയായി പോകും. അത് നമ്മളെ സ്റ്റെക്ക് ചെയ്ത് നിർത്തും. ഇതാണ് നമ്മളെ സ്റ്റെക്ക് ചെയ്ത് നിർത്തുന്ന സാധനം. നമ്മുടെ ഇമോഷനെ പുറത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടി പേടിച്ച് പിടിച്ചു വെക്കുമ്പോഴാണ് നമ്മളെ സ്റ്റെക്കാക്കി നിർത്തുന്നത്. അവിടെ നമ്മളെ സ്റ്റെക്കായി പോകും. ദെൻ വാട്ട്സ് നെക്സ്റ്റ്? ഇനി എന്താ ചെയ്യുക എന്നുള്ള ചോദ്യം നമുക്ക് വരും. അതേസമയം ഇതെല്ലാം നോർമലായിട്ട് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു പ്രശ്നമായിട്ടേ വരില്ല. അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഹാർഡായിട്ട് തോന്നുന്നത്. മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വാട്ട് യു തിങ്ക്? Yes. യെസ്. ഓക്കെ, അപ്പൊ എന്നും എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. മേ ബി എന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ചില സമയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങളായിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് അല്ലേ, കുറച്ചും കൂടി എനർജി ഉള്ള ഒരാളായിട്ട് എന്നെ കണ്ടിട്ടുണ്ടാവും. ഇതിനേക്കാൾ കുറച്ചുകൂടി എനർജൈസ്ഡ് ആയിട്ടുള്ള സ്പെക്സ് ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് കണ്ടിട്ടുണ്ടാകുക. ഇപ്പൊ എന്നെ കാണുമ്പോ അങ്ങനെയല്ല, സംതിങ് ലൈക്ക് ഡസ്കി ഐസ് ആണുള്ളത് അല്ലേ? സ്പെക്സ് വെക്കാനേ ഞാൻ മറന്നുപോയതാ. ചിന്തിച്ചായിരുന്നു സ്പെക്സ് എന്താ വെക്കാൻ ഞാൻ സ്പെക്സ് എന്ത് ചെയ്തത്? ഇല്ലല്ലോന്ന്. സ്പെക്സ് വെക്കാൻ ഞാൻ മറന്നുപോയതാ, ഞാൻ ഇപ്പോഴാ ശ്രദ്ധിക്കുന്നേ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊരു തെറ്റാണോ? അല്ല. എങ്ങനെയാ? പറഞ്ഞോളൂ. മനസ്സിലാവുന്നില്ല കേട്ടോ, ക്ലിയർ ആവുന്നില്ല. പ്രൊഫഷണൽ ഇരിക്കുന്നതിനേക്കാൾ പ്രൊഫഷണൽ ലുക്കിൽ ഇരിക്കുന്നതിനേക്കാൾ ഒരു കാമായിട്ടുള്ള ഒരു ലുക്ക് ഇപ്പോഴാണ് ഉള്ളത് എന്ന് പറയുക. യെസ്. സുഖദുഃഖങ്ങൾ സമ്മിശ്രമാണല്ലോ ജീവിതം. യെസ്, ഇതിന്റെ എല്ലാം സമ്മിശ്രമായിട്ടാണ് ലൈഫ് വരുന്നത്. അപ്പൊ ഞാന് ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കാണ്, എന്നെ എല്ലാവരും എപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുള്ളത്, എന്റെ പ്രൊഫഷണലി ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. സോ അത് ഞാൻ അല്ലാതെ വന്നു കഴിഞ്ഞാൽ അതൊരു എനിക്കൊരു ബാധ്യതയാണോ? അല്ല. എന്റെ അപ്പത്തെ ഇമോഷൻ എന്താണോ അല്ലെങ്കിൽ എന്റെ അപ്പത്തെ കാര്യങ്ങൾ എന്താണ്, അപ്പൊ അതിനനുസരിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആവും. അതിന് നമുക്കൊരു ബാധ്യതയായിട്ടും ഇമോഷൻ പ്രകടിപ്പിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ മനുഷ്യനാവുന്നുള്ളൂ. പിടിച്ചുകൊണ്ട് സ്റ്റക്കായി നിൽക്കുമ്പോ നമ്മുടെ ഉള്ളിലേക്ക് അത്രയും സ്ട്രെസ് കൂടുകയല്ലേ. അതെ. ചിരിക്കുന്ന സമയത്ത് കരയുന്ന സമയത്ത് കരയണം, ചിരിക്കാൻ പറ്റുമ്പോ കരയണം, പൊട്ടിത്തെറിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കണം. അതെ, അത് മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയായി പോവരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ആവരുത് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ ബാധ്യതയാവാത്ത വിധം നമ്മൾ ശ്രദ്ധിക്കുക, അത്രമാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. അതല്ലാതെ ഇതൊന്നും ഒരു തെറ്റായുള്ള കാര്യങ്ങൾ. നമുക്ക് മിണ്ടാതിരിക്കാനാണ് തോന്നുന്നതെങ്കിൽ മിണ്ടാതിരിക്കണം. നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് സോഷ്യലി ഇൻവോൾവ് ആയി പോയിരുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇരിക്കാനാണ് താല്പര്യം തോന്നുന്നതെങ്കിൽ അതുപോലെ തന്നെ ചെയ്യണം. കാരണം അത് ചെയ്താലേ നമുക്ക് വീണ്ടും ശരിയാക്കാൻ പറ്റുള്ളൂ. അതിനെ നമ്മൾ വീണ്ടും എതിർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമുക്ക് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് തോന്നുകയാണ് ഓക്കെ, ഞാൻ ഭയങ്കരമായിട്ട്
ഹെവി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള സമയത്തിൽ നിന്ന് ഞാൻ കുറച്ച് സമയം മാറി നിൽക്കുന്നതായിരിക്കും എനിക്ക് നല്ലത് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഞാൻ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതാണ് എൻ്റെ ബോഡിക്കോ അല്ലെങ്കിൽ എൻ്റെ മൈൻഡിനോ ആവശ്യം. പക്ഷെ എന്നിട്ടും ഞാനത് ചെയ്യാതെ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് എവിടെ എത്താൻ പോകുന്നില്ല. നമുക്ക് ആ റെസ്റ്റ് വേണ്ട സമയമാണെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കണം. നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ട സമയമാണെങ്കിൽ മാറി നിൽക്കണം. എന്നിട്ട് കംപ്ലീറ്റ്ലി നമ്മളെ ഓക്കെ ആവുന്ന സാഹചര്യം വരെ മാറി നിന്നതിന് ശേഷം വീണ്ടും തുടങ്ങണം. അങ്ങനെയാണ് ഹീലിംഗ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നത് അങ്ങനെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രഷർ വന്നു പോകും. അവിടെ നമ്മുടെ പ്രൊഫഷൻ ഒരു ബാധ്യതയായി മാറരുത്. അവിടെ നമ്മുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ക്യാരക്ടർ ഒന്നും നമുക്കൊരു ബാധ്യതയായി മാറരുത്. അവിടെ നമ്മൾ എന്നുള്ളൊരു വ്യക്തി മാത്രമായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ എന്നുള്ളൊരു വ്യക്തിക്ക് മാത്രമായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിലെ തെറ്റും ശരിയും മറ്റുള്ളതിനെ പറ്റിയൊന്നും കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു വ്യക്തിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എക്സിസ്റ്റൻസ് അല്ലെ, നമുക്ക് ജീവിക്കണ്ടേ? ജീവിക്കുക എന്നുള്ളതാണ് എക്സിസ്റ്റൻസ് അല്ലെ, നിലനിൽക്കണം, മുന്നോട്ടേക്ക് പോകണം. അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ലൈഫിൽ നമുക്ക് അപ്പോൾ സമയത്ത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് നമ്മുടെ ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് അതുമായിട്ട് മുന്നോട്ട് പോവുക. ഞാൻ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ചെയ്തിരുന്ന ഒരാളല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയെല്ലാം നോക്കിയിരുന്ന ആളല്ലേ. സോ എനിക്കിപ്പോ അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ ചെയ്തിരുന്നു, ശരിയാണ്. ഇപ്പൊ ഇതാണ് ആവശ്യമെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ. എന്നിട്ട് നമ്മളെ ഒന്ന് നോർമലൈസ് ചെയ്തതിന് ശേഷം, ബൂസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ബാക്ക് ടു നോർമൽ ഭയങ്കരമായിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. പക്ഷെ നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയാതെ നമുക്കൊരു സ്പേസ് കൊടുക്കാതെ നമ്മൾ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നമ്മൾ വീണ്ടും എക്സോസ്റ്റഡ് ആയി പോകുന്നത്. നമുക്ക് കൊടുക്കേണ്ടുന്ന സമയം, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ചെയ്യണം. സെൽഫ് കെയറിങ്ങിന്റെ ഭാഗമാണ് അല്ലേ? സെൽഫ് കെയറിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ആവുന്നത്. അതല്ലാത്ത സമയം നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ്, എക്സോസ്റ്റഡ് ആയി പോകും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. സോ ഇമ്പോർട്ടൻസ് കൊടുക്കുക, സെൽഫ് കെയറിങ്, സെൽഫ് ലവ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് നമ്മളെ സെറ്റ് ആക്കുക. അതല്ലാത്ത സാഹചര്യത്തിൽ കുറച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ തിരിച്ച് കിട്ടാത്ത അത്രത്തോളം നമ്മൾ നഷ്ടപ്പെട്ടു പോകും. എത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അത് അല്ലെ. പിന്നെ നമുക്ക് അവിടെയാണ് പിന്നെ നമുക്ക് എന്ത് വരുന്നത്, അങ്ങനത്തെ സാഹചര്യങ്ങളോട് നമ്മൾ കടക്കുമ്പോഴാണ് ഡിപ്രഷൻ വരുന്നത്, ആൻസൈറ്റി കയറി വരുന്നത്, ഡിപ്രഷനിലോട്ട് കടക്കുന്നത്, അതിന്റെ അപ്പുറം മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത്. പിന്നെ കൗൺസിലിങ്ങും തെറാപ്പീസും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോയി തിരിച്ച് വരിക എന്നുള്ളത് ഭയങ്കര ഒരു ജേണി തന്നെയാണ്. അതേസമയം നമുക്ക് കൊടുക്കേണ്ടുന്ന ആ ഒരു അക്സെപ്റ്റൻസ്, നമ്മൾ കൊടുക്കേണ്ട അക്സെപ്റ്റൻസ്, നമ്മൾ കൊടുക്കേണ്ട ടൈം, ഇതെല്ലാം നമ്മൾ കൃത്യമായി കൊടുത്തുകൊണ്ട് ആ ഒരു സമയം നമ്മളെ ഒന്ന് കെയർ ചെയ്യാൻ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ അപ്പൊ തോന്നുന്നത് ആ രീതിക്ക് നമുക്കൊന്ന് കാമായി ഇരിക്കേണ്ട അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ കാമായി തന്നെ ഇരിക്കണം. നമ്മുടെ മറ്റുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് ശരിയാച്ച. അതിൽ നിന്നും കുറച്ച് സമയങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി നമുക്ക് കുറച്ച് സമയം കൊടുത്തുകൊണ്ട് നമ്മളെ ഹീൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിലോട്ടൊന്നും നമ്മൾ പോവില്ല. അതിന് കുറച്ച് സമയം വേണ്ടി വരുള്ളൂ. അതേസമയം അവിടെ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടി വന്ന് എക്സോസ്റ്റഡ് ആയി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിയിലോട്ട് വരും. അപ്പൊ ഇതാ നല്ലത്. അങ്ങനെ പൊട്ടിത്തെറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ബാക്ക് ടു നോർമലിലൊക്കെ വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, നമുക്ക് ഈ പറഞ്ഞ പോലെ സെൽഫ് കെയറും സെൽഫ് ലവും ഒക്കെ ആവശ്യമാണ്. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ച് സമയമെങ്കിലും നമ്മൾ മാറ്റി വെക്കണം. അവിടെ നമ്മുടെ പ്രൊഫഷൻ നമുക്കൊരു ബാധ്യതയാവരുത്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ക്യാരക്ടർ ഒന്നും നമുക്കൊരു ബാധ്യതയാവരുത്. അവിടെ നമ്മൾ എന്നുള്ളൊരു വ്യക്തി ആയിരിക്കണം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടത്. നമ്മൾ എന്നുള്ളൊരു വ്യക്തിയെ ആയിരിക്കണം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടത്. ഗുഡ്. ഞാൻ പറയുന്നത് അതിൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതെല്ലാം തെറ്റിദ്ധാരണകൾ വരുന്നുണ്ടോ? ഇല്ല, മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഗ്രേറ്റ് പവർഫുൾ ആയ കാര്യമാണ്. യെസ്. മാഡം, അതായത് നമ്മുടെ ഒരു എക്സ്ട്രാ എനർജി നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, അത് ആ ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇതൊന്നും ഒരു വിഷയമായി മാറില്ല. നമ്മളെ ലീഡേഴ്സിനെയൊക്കെ സംബന്ധിച്ച് തന്നെ
പിണറായി വിജയൻ സാറ്, മോഡി സാറ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് വലിയ നേതാക്കളെ ആയാലും ശരി, ഇന്ത്യക്ക് പുറത്തുള്ളവരായാലും ശരി, അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പവർ അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അവര് നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യർ തന്നെയല്ലേ. അവര് അതൊക്കെ ഏത് തരത്തിലാണ് അവരെ അപ്ലിക്കബിൾ ആക്കുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ പിണറായി വിജയൻ സാർ അല്ലെങ്കിൽ ഇങ്ങനെ പൊളിറ്റീഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ സ്കൂൾ കാലഘട്ടം തൊട്ടിട്ടേ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ടേക്ക് വന്ന് എല്ലാത്തിലും അവർ ലീഡർ ആയിരിക്കും. ലീഡർഷിപ്പുമായിട്ടും ഓരോ കാര്യങ്ങളായിട്ട് അവർ ആക്റ്റീവായിട്ട് പോകുന്ന അത്രത്തോളം വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായതിനു ശേഷം അവരിവിടെ എത്തുന്നത്. ഒരുപാട് വർഷത്തെ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ആണ് അവരെ ഇങ്ങനെ നിർത്തുന്നത്. ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ അതെ, ഒരുപാട് അനുഭവങ്ങൾ. ഈ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വയം ലഭിക്കുന്ന അനുഭവങ്ങൾ മാത്രമായിരിക്കില്ല. ലീഡർഷിപ്പിലൊക്കെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമല്ല മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ കൂടുതൽ കാണാനുള്ള സാഹചര്യങ്ങൾ വരുന്നു. പൊതുസമൂഹത്തിലോട്ട് അവർ ഇറങ്ങി പോവാണ്. അപ്പൊ മറ്റുള്ളവരുടെ അനുഭവങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം കൂടുതൽ കാണാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരികയാണ്. അവരെങ്ങനെയാണോ എന്നുള്ളതല്ല, അവർക്ക് അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരികയാണ്. അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരികയാണ്. അവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരികയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവരിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അല്ല, അത് മാത്രല്ല അവർക്ക് എനർജിയും കൂടുതലാണ്. കാരണം നമ്മളിപ്പോ ഇന്നിപ്പോ ഇവിടെ പരിപാടി വെച്ചാൽ നാളെ തിരുവനന്തപുരത്തേക്കും പരിപാടി, പിന്നെ ചിലപ്പം കാസർഗോഡേക്കും പരിപാടി. അത്രയും വേഗത്തിൽ അവിടെ പോയിട്ട് ഇവിടെ വരാനുള്ളൊരു കഴിവ് അവരുണ്ടാക്കും. നമുക്ക് പറ്റില്ലല്ലോ. നമുക്കിപ്പോ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോയി അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. നമുക്ക് അങ്ങനെ പറ്റില്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ അതുപോലൊരു പൊസിഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളും അത് ചെയ്യും. ചെയ്യും. നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് നമുക്ക് തന്നെ ചെയ്യേണ്ടി വന്നാൽ ഡെഫിനറ്റ്ലി നമ്മൾ അത് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളത് ചെയ്യും. നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരുന്നില്ല, നമുക്ക് അതിന്റെ ആവശ്യങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അവർക്കതൊരു ആവശ്യമാണ്, അവർക്കത് ചെയ്തേ പറ്റുള്ളൂ. അവരത് ഇല്ല ഞാൻ ഇന്ന് വരുന്നില്ല, ഞാൻ നാളെ വരാം, 4 ദിവസം കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം എന്ന് പറയാൻ അവരുടെ ഓപ്ഷൻ ഇല്ല. എനർജിയേക്കാൾ പ്രധാനം എന്താണ്? അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അവരുടെ പ്രൊഫഷൻ അതാണ്, അവരുടെ ജോലി അതാണ്, അവരുടെ ഉത്തരവാദിത്തങ്ങളാണത്. അതിൽ നിന്ന് മാറി നിൽക്കാൻ പോലും അവർക്ക് അവിടെ ഓപ്ഷൻ ഇല്ല. അവർ പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് അവിടെ ഒരു ഓപ്ഷൻ അവർക്ക് വരുന്നില്ല. അതുകൊണ്ട് അവരങ്ങനെ പോവാണ്. അതല്ലാതെ അവർക്ക് ക്ഷീണം ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല അവർക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല, അവർക്ക് ഇമോഷൻസ് ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല. ഇതെല്ലാം അവരുടെ ലൈഫിലുണ്ടെങ്കിലും അതിനെ എല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് പൊതുസേവനത്തിലേക്ക് ഇറങ്ങി വരുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർക്കത് അവർക്കത് ചെയ്തേ പറ്റൂ. പിന്നെ അത്രത്തോളം ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവർ മാറി നിൽക്കാറുണ്ട്. എക്സ്ട്രീം ലെവൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് മാറി നിന്നേ പറ്റുള്ളൂ. അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയങ്ങളിൽ ഇവര് മറ്റൊരാളെ അത് ഏൽപ്പിച്ചുകൊണ്ടാ മാറിപ്പോവാ. അങ്ങനെ ഒറ്റയടിക്ക് മുങ്ങൂല അല്ലേ? എന്നിട്ട് ഞാൻ ഒന്നിനുമില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു, അങ്ങനെ പറഞ്ഞിട്ട് അവർ പോവില്ല. അവര് കൃത്യമായി എല്ലാ ഡ്യൂട്ടീസും അവർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഒരാളെ ഏൽപ്പിച്ച് കൃത്യമായി നിന്നുകൊണ്ട് മാറി നിൽക്കുക ചെയ്യാ. അപ്പൊ അതെന്താണ്? അത് അവരുടെ ഉത്തരവാദിത്തങ്ങളാണ്. അവർക്ക് വേറെ വഴിയില്ല. അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയത്. പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് അവരുടെ പബ്ലിക് ഫിഗർ മാത്രമല്ല, അവര് വലിയൊരു ഉത്തരവാദിത്തമുള്ള ഒരു നിലയിലാണ് നിൽക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്തം അവർ കാണിച്ചേ പറ്റുള്ളൂ. അവിടെ അവർക്ക് എക്സ്ക്യൂസസുകളില്ല. നമുക്ക് അങ്ങനെ എക്സ്ക്യൂസസ് പറയാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്ക്യൂസസ് ഇടുന്നു. അതേസമയം നമുക്കും അതില്ലെങ്കിൽ നമ്മളും അത് ചെയ്തിരിക്കും. അതാണ് അവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സാഹചര്യത്തിനനുസരിച്ച് മാറും അല്ലേ? സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിയിരിക്കും. നമുക്ക് അവിടെ എക്സ്ക്യൂസസ് നമ്മൾ ഇടില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ. ദെൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങള് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നവരെ സംബന്ധിച്ചോളം അനുഭവങ്ങൾ കൂടുതലായിരിക്കും. ഇതും അവർക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്.
ഓക്കെ. മാഡം അപ്പൊ ഓക്കെ. അതുപോലെ അവിടെ തന്നെ ഉം. ഒരു doubt ഉണ്ട്. അതായത് നമ്മളിപ്പോ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന വീഡിയോ, അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വീഡിയോ, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് മൈൻഡ് പവർ കൂടും. ഒരിക്കലും ഇല്ല. നമ്മുടെ മൈൻഡ് പവർ കൂട്ടാൻ അങ്ങനത്തെ കാണേണ്ടതുണ്ടോ? നമ്മുടെ മൈൻഡ് പവർ കൂട്ടാൻ നമ്മളെ ബൂസ്റ്റ് ചെയ്താൽ പോരെ? നമ്മൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ പോരെ? എന്താണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാം. നമ്മുടെ ചുറ്റിലുള്ളത് നടക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാം. വാട്ട് ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് എന്ന് തിരിച്ചറിയാം. എമ്പതി ഉണ്ടാവുക, സിമ്പതിയെ മാറ്റിക്കളയുക, ഇല്ലേ? ഇത് തിരിച്ചറിയുന്നതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡ് പവർ കൂട്ടാൻ പറ്റും. മൈൻഡ് പവർ കൂട്ടാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം ക്വൈറ്റ് നോർമൽ ആണെന്ന തിരിച്ചറിവിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മൈൻഡ് പവർ കൂട്ടാൻ പറ്റും. ഓക്കെ. തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡ് പവർ കൂട്ടാൻ പറ്റും. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളെയാണ്, നമ്മുടെ ചുറ്റിനുള്ള ഇമോഷൻസിനെയാണ്, നമ്മുടെ ഒപ്പമുള്ള ആളുകളെയാണ്. എമ്പതിയാണ് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്. സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സാഹചര്യത്തെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവണം. ഇതെല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ മൈൻഡ് പവറും കൂടിയിട്ടുണ്ടാവും. തിരിച്ചറിവുകൾ നമുക്കുണ്ടാവുക എന്നുള്ളതാണ് വേണ്ടത്. തിരിച്ചറിവുകൾ, നമ്മളെ തിരിച്ചറിയുക, നമ്മുടെ ചുറ്റുള്ളതിനെ തിരിച്ചറിയുക, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് കഴിഞ്ഞത്, എന്താണ് ഇനി വരാൻ പോകുന്നത്, ഇതിനെല്ലാം ഉള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിലും മൈൻഡ് പവർ ഉണ്ടായിരിക്കും. Am I right? യെസ്. നമുക്ക് എന്താണ്? നമുക്കത് തിരിച്ചറിയാൻ പറ്റണം. ആ സാഹചര്യങ്ങൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിൽ ചിലപ്പോ എന്താ പറയാ, നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് ലഭിച്ചു എന്ന് വരും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇപ്പൊ ഞാൻ എൻ്റെ മോളെ കൊണ്ട് ICUയിൽ നിൽക്കുകയായിരുന്നു. ICUയിൽ നിൽക്കുന്ന സമയത്ത് പീഡിയാട്രിക് ICU ആണ്. കുറെ കുഞ്ഞു കുഞ്ഞു മക്കള് എന്തുണ്ട് അവിടെ ICUയിൽ കിടക്കുന്നുണ്ട്. പല രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന കുഞ്ഞു മക്കളാണ്. അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം കുട്ടികളല്ലേ, നമുക്ക് എല്ലാ മക്കളുള്ളതാണ്. അപ്പൊ അങ്ങനെ അവിടെ കുട്ടികളെ കൊണ്ട്, എന്റെ മോളെ കൊണ്ട് ഞാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ഷീസ് ഓക്കെ, അവളുടെ കൂടെ ഞാൻ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു കുഞ്ഞ്, അതായത് ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയാണ്. ഒരു 6 or 7 വയസ്സുണ്ടാവും. ഒരു ആൺകുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. ആളങ്ങനെ ഒരുപാട് വലുപ്പം, അങ്ങനെ തടിയൊന്നുമില്ല, വലുപ്പമൊന്നുമില്ല, ഒരു കുഞ്ഞു കുട്ടിയാണ്. ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. ഈ കുട്ടിക്ക് ഫിക്സ് ആയത് കാരണം അവിടെ ICUയിൽ നിൽക്കുകയാണ്. അപ്പൊ ആ കുട്ടി ഉറങ്ങിയാണ് എന്നുള്ള ധൈര്യത്തിന് കുട്ടിയുടെ ഉമ്മ പുറത്തോട്ടേക്ക് പോയതാണ്. ഫുഡ് കഴിക്കാനോ മറ്റോ എന്തിനോ എന്ത് ചെയ്തതാണ്, പുറത്തോട്ടേക്ക് പോയതാണ്. കുട്ടി ഉറങ്ങുകയാണ്. അവിടെ ഒരുപാട് പേരുണ്ട്, സിസ്റ്റേഴ്സും കെയർ ടേക്കേഴ്സും ആയിട്ട് ആളുകളുണ്ട്, ഒറ്റയ്ക്കല്ല. പക്ഷെ കുട്ടി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് എന്താ? കുറെ യൂണിഫോം ഒക്കെ ഇട്ട സിസ്റ്റേഴ്സിനെ കാണുന്നു. കുട്ടിക്ക് എന്താ പറയാ, നോർമലായി നിൽക്കാൻ സാധിക്കുന്നില്ല. കുട്ടി വയലന്റ് ആയി പോകുന്നു. ഇവരുടെ കയ്യിലെ ഹാൻഡ് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാന് മോളുടെ അടുത്ത് നിൽക്കുകയാണ്. എനിക്ക് അവിടുന്ന് എഴുന്നേൽക്കാൻ എനിക്കും പറ്റില്ല. എല്ലാ പാരന്റ്സും, അവിടെയുള്ള മദേഴ്സ്, ഉമ്മമാരാണ് അവിടെ, അല്ലെങ്കിൽ അമ്മമാരാണ് കൂടെ ഉള്ളവര്, കുട്ടികളുടെ കൂടെ ഉണ്ടാകുന്നവർ, എല്ലാവർക്കൊന്നും അവരുടെ കുട്ടികളുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോവാൻ പറ്റിയ സാഹചര്യത്തിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാകുക. ഞാൻ എൻ്റെ മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷെ ഈ കുട്ടി അവിടെ നിന്ന് ഓടി വന്നിട്ട് എൻ്റെ അടുത്തോട്ടേക്ക് വരിക ചെയ്തത്. ഈ സിസ്റ്റേഴ്സിനെ എല്ലാം തട്ടി മാറ്റിക്കൊണ്ട് എൻ്റെ അടുത്തോട്ടേക്ക് വന്നു. അപ്പൊ അവിടെ എന്തായിരുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇപ്പോ ഞാനൊരു അബായ ഇട്ടിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നേ. അതിന്റെ പുറമെ ഈ ICUയിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഗ്രീൻ കളർ കോട്ട് തരും. ആ കോട്ടും ഒക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവിടെ എല്ലാ ഉമ്മമാരും നിൽക്കുന്നേ. അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ ഉമ്മയാണ് എന്നൊരു സമാധാനം പെട്ടെന്ന് കണ്ടപ്പോഴേക്കും തോന്നുകയാണ്. തിരിച്ചറിയാൻ പറ്റുന്ന ഉപബോധം മനസ്സിൽ തോന്നിക്കൊണ്ട് ഞാൻ പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോക്ക്ഡ് ആയി പോയി. കാരണം ഒരു പരിചയമില്ലാത്ത കുട്ടി, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അസുഖമുള്ള കുട്ടിയാണെന്ന് ആ കുട്ടിയുടെ പ്രവൃത്തിയിൽ നിന്ന് ഫസ്റ്റ് നോട്ടത്തെ തന്നെ നമുക്ക് മനസ്സിലായി. ആ കുട്ടി ഓടി വരുന്നു, എന്റെ മടിയിലോട്ട് വന്നിട്ട് തല കുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ആദ്യം ഒന്ന് ഷോക്ക്ഡ് ആയി പോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയുന്നില്ല, സിസ്റ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പക്ഷെ എനിക്ക് ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നി. ഞാൻ ചോദിച്ചു, മോൻക്ക് മടിയിൽ കയറി ഇരിക്കണോ എന്ന് ചോദിച്ചു.
മടി കയറി ഇരിക്കണോ ഉമ്മാന്റെ എന്ന് ചോദിച്ചതും കുട്ടി മടിയിലോട്ട് കയറിയിരുന്നു. അവന് സ്വയമേ എന്ത് ചെയ്തു, ഞാൻ അതിന്റെ ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ അവന് കയറിയിരുന്നു. 1 മണിക്കൂറിലധികം അവൻ എന്റെ മടിയിലുണ്ടായിരുന്നു. Yeah, Anusha, can I ഒരു say something? ഓക്കെ പറഞ്ഞോളൂ. Anusha, not only that, one more thing I've noticed from the beginning itself, the sweetness of your soul that child recognized. That is why that Thank you so small much. child got attracted to you. That is the main thing lying underneath all this. Because there is a beauty in that. Soul gets attracted to, because that child wants peace, inner calmness, safety, security. That child is getting from you. That is the main reason that the small one got attracted to you and want to stay with you for 1 hour, something like that. Really, Anusha, I'm very happy to hear this. And also, I'm telling once again, early morning, I used to come 5 or 10 minutes to sit in your class, but I don't know how it happens. I keep the mobile with me, and it goes through till the end of your conversation. That is why we are getting attracted. The child too got attracted. I'm very happy. God bless you. Thank you. Very thank you. Thank you so much to hear that. മേ ബി ആയിരിക്കാം. ഞാനൊരു സമയം ശരിക്കും പറഞ്ഞാൽ എന്റെ ഇന്നർ സോൾ ഞാനൊരു സമയം ഷോക്കായി പോയിന്റ്. ആൾസോ ആ സമയം എനിക്ക് ചോദിക്കാൻ തോന്നിയത് അത് മാത്രമേ ഉള്ളൂ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്നതിന് മുമ്പേ ഞാൻ മോനോട് ചോദിച്ചു, മോനിക്ക് മടിയിൽ ഇരിക്കണം എന്ന് ചോദിച്ചപ്പോഴേക്കും മോന് സംസാരിക്കാൻ ഒന്നും സാധിക്കില്ല, തിരിച്ചറിയാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു മോനാണ് മടിയിലോട്ട് കയറിയിരുന്നു. 1 മണിക്കൂറിലധികം എന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അതുവരെയും ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന എന്റെ മോളും ഇത് കണ്ടപ്പോ എന്തായി, ആളും സൈലന്റ് ആയി നിന്നു. അവള് ഇങ്ങനെ ഒരു കുഞ്ഞു മടിയിലോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ കുറേ സമയം എന്റെ കുഞ്ഞിനെ ഓർക്കുന്ന പോലെ ആളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്റെ മോളെ ഉറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഫോണില് താരാട്ട് പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് ഇട്ട് കൊടുത്തുകൊണ്ട് അവൻ 1 മണിക്കൂറിലധികം നിന്നു. അവന്റെ ഉമ്മ വന്നതിന് ശേഷം മാത്രമാണ് അവിടുന്ന് ഇറങ്ങിപ്പോയത്. അതുവരെ അത്രയും കാമായിട്ട് ഒരു കുഞ്ഞ്, എനിക്കും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് അങ്ങനെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ഒന്നും ടേക്ക് കെയർ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ടില്ല. അവസരങ്ങൾ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് ഇതുവരെ വന്നിട്ടില്ല. പെട്ടെന്ന് ഉണ്ടായ ഒരു കാര്യമാണ്. പക്ഷെ അതെനിക്ക് ഇന്നും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത, മേ ബി എന്നിലെ ഉമ്മ ആയിരിക്കാം അതിനുള്ള ഇമോഷൻസിനുള്ള കാരണം. ഇന്നും മറക്കാൻ പറ്റാത്തൊരു മുഖമാണ് ആ കുഞ്ഞിൻ്റെത്. ആ സമയം എനിക്ക് തോന്നി പടച്ചോൻ തന്ന ഒരു അനുഗ്രഹമായിരിക്കാം എന്റെ കയ്യിലേക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ കുറച്ച് സമയം എന്ത് ചെയ്തത്. അവന്റെ മനസ്സിൽ അവൻക്ക് സെക്യൂർഡ് ആയിട്ട് ഇരിക്കാൻ എന്റെ കൈകൾ തീരുമാനിച്ചു എന്നുള്ളത് എനിക്ക് ഭാഗ്യമായിട്ട് എനിക്ക് അപ്പൊ തോന്നി. എനിക്ക് ലഭിച്ച ഒരു ഭാഗ്യമായിട്ട് അപ്പൊ തോന്നി. അത്രയും സമയം കാമായിട്ടിരുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് നടക്കുന്ന കുറെ കാര്യങ്ങൾ, കുറെ എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിലോ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന, ഒരിക്കലും എനിക്ക് ആ ഒരു മുഖമോ ആ ഒരു മൊമെന്റ്സോ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. ആ കുഞ്ഞിനെ ഇനി ഒരിക്കലും എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സാധ്യത വളരെ കുറവാണ്. അവരവരുടേതായ വഴിയിലോട്ട് അവർ ജീവിതം മുന്നോട്ടേക്ക് പോയിട്ടുണ്ടാവും. എന്തെങ്കിലും എപ്പോഴെങ്കിലും കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ പേര് എനിക്കറിയില്ല, നാട് എവിടെയാണ്, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ആ കുഞ്ഞിന്റെ ഉമ്മാനെ കണ്ടപ്പോഴും എനിക്കിതൊന്നും ചോദിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ ഉണ്ടായിരുന്നത്. നാടും വീടും സ്ഥലവും എന്താണ് പറ്റിയത് ഒന്നും ചോദിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അതിനൊന്നും ചിന്തിക്കാതെ പിന്നെ ഞാൻ അവിടെ നിന്ന് പോവുക ചെയ്തത്. പക്ഷെ എനിക്ക് ഒരിക്കൽ പോലും എനിക്ക് ആ കുഞ്ഞിനെ മറക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ആ അനുഭവങ്ങൾ നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അവിടെ നമുക്ക് ഒരുപാട് നമ്മളെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഭാഗ്യമായിട്ട് കാണാൻ സാധിക്കും. ലഭിക്കുന്ന കുറെ അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾക്കൊന്നും ഒന്നും അല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം അതെ. ഉണ്ടായിട്ട് ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി ഇതുപോലെ ഓടി വന്ന് മടിയിലിരുന്ന് എത്ര വിളിച്ചിട്ടും പോവാത്ത ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം. അവരെത്ര വിളിച്ചാൽ കൂടെ പാരന്റ്സ് വിളിച്ചിട്ട് ആ കുട്ടി പോകുന്നേ ഇല്ല. എനിക്ക് യാതൊരു പരിചയവും ഇല്ല. പക്ഷെ ആ കുട്ടി എന്റെ അടുത്ത് വന്ന് അങ്ങനെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ കുറെ നേരം ഇരുന്ന്, ഞാൻ എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് തന്നെയായിരുന്നു ആ കുട്ടി ഓടി വന്ന് മടിയിൽ അങ്ങോട്ട് ഇരുന്നു. നമ്മളൊന്നും പറയുന്നില്ല, അവൻ വന്നിരിക്കുകയാണ് ഇതുപോലെ. പിന്നെ അവിടെ കിടന്ന് അങ്ങനെ കുറെ മണിക്കൂറുകൾ ഇരുന്നിട്ടാണ് ആ കുട്ടി ഡിറ്റാച്ച് ചെയ്ത് പോയത്. ഇന്ന് എനിക്കറിയില്ല ആരാണെന്ന്, പക്ഷെ നമ്മുടെ മൈൻഡിൽ അത് ഇപ്പോഴും ഇങ്ങനെ ഹാർട്ട് ടച്ച് ആയിട്ട് കിടക്കുന്നുണ്ട്. അതെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസുകൾ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് സത്യമാണ് അല്ലേ? അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസസുകൾ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അത് നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് നമ്മൾ കാണും. നമുക്ക് മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസുകളായിരിക്കും. അതിനെ നമുക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരുടെ ലൈഫിലും നടക്കും. അപ്പൊ നമ്മൾ സ്റ്റക്കായി പോകുന്ന സാഹചര്യങ്ങളിൽ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് മുന്നോട്ടേക്ക് ഇനിയും പോവാനുണ്ട്. ദിസ് ഈസ് യുവർ വേക്കപ്പ് കോൾ. നമ്മളിവിടെ സ്റ്റക്കായി നിന്നത് കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. മുന്നോട്ടേക്ക് പോയാൽ തന്നെ നേടാനുള്ളൂ. അത് മേ ബി ഹാർഡ് ആയിരിക്കാം. അതാണ് റിയലൈസ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് റിയലൈസേഷൻ. അതായത് മേ ബി എന്താണ് ഹാർഡാണ്. ഓക്കെ, ഞാൻ വീഡിയോ ഓഫ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അത് മേ ബി ഹാർഡ് ആയിരിക്കാം. അത് മേ ബി എന്താണ് ഹാർഡ് ആയിരിക്കാം. പക്ഷെ ആ ഒരു ഹാർഡാണ് എന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് വേണം, നമുക്ക് മുന്നോട്ടേക്ക് പോകണം. അവിടെ നമുക്ക് ഇമോഷൻസ് ഉണ്ടായിരിക്കും. ആ ഇമോഷൻസ് ഉണ്ടാവുന്നത് എന്താണ് നോർമലാണ്. അവിടെ സംഭവിക്കുന്ന എല്ലാം നോർമലാണ്. നമുക്ക് എന്താണ് ഇനി വേണ്ടത്? സ്റ്റക്കായി നിൽക്കാതെ മുന്നോട്ടേക്ക് പോവുക എന്നാണ് വേണ്ടത്. ഇതിനെ റിയലൈസ് ചെയ്തുകൊണ്ട് നമ്മളിൽ ഉണ്ടാവുന്ന ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുണ്ടാവുന്ന ഓരോ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മേ ബി നമുക്ക് റെസ്റ്റ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്നും അതും നമുക്ക് നൽകിക്കൊണ്ട് സെൽഫ് കെയർ നൽകിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക, സ്റ്റക്കായി നിൽക്കാതിരിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അവിടെ ജഡ്ജ്മെന്റിലോട്ട് ഇറങ്ങി പോവേണ്ട ഒരു ആവശ്യവുമില്ല. എന്തിന് ഇതെല്ലാം സംഭവിച്ചു, എന്തുകൊണ്ട് ഇതൊക്കെ നടന്നുപോയി, ഇതൊന്നും അല്ല, ഇതൊക്കെ നോർമലാണ്. എല്ലാവരിലും ഉണ്ടാവും. പലരും പല രീതിയിലായിരിക്കും. ചിലർക്ക് ഇതിനേക്കാൾ കൂടുതലായിരിക്കും, ചിലർക്ക് ഇതിനേക്കാൾ കുറവായിരിക്കും. ഓരോ ആളുകളും വ്യത്യസ്തരല്ലേ, അവർക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളും അതുപോലെ വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും അവർക്ക് നല്ലത് മാത്രം സംഭവിക്കുന്നു എന്ന് വെച്ചുകൊണ്ട് എനിക്ക് നല്ലത് സംഭവിക്കണം എന്ന് നിർബന്ധം പറയാൻ പറ്റുമോ? ഇല്ല. അവർക്ക് മോശം മാത്രം സംഭവിക്കുന്നു എന്നുകൊണ്ട് എനിക്ക് നല്ലത് മാത്രം സംഭവിക്കും. ഇതിലൊന്നും ഒരു നിർബന്ധം നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മാറിയും മറിഞ്ഞും ഇരിക്കും. നമുക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല അവർക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടാവുക. ഇപ്പൊ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുന്നിൽ ഒരുപാട് സാധനങ്ങൾ വേറെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വല്ല കാര്യം അതിലുണ്ടാവോ? അയാൾക്ക് ആ വെള്ളം തന്നെ കിട്ടണം. അവിടെ ജ്യൂസ് കൊണ്ടുവന്ന് വെച്ചാൽ പോലും കാര്യമില്ല. അയാൾക്ക് ആ പച്ച വെള്ളം കിട്ടണം. അതിനാണ് അയാൾ ദാഹിക്കുന്നത്. ആ ദാഹിക്കുന്ന സമയത്ത് നമുക്ക് വേറെ എന്ത് കിട്ടിയാലാണ് കാര്യം ഉണ്ടാവുക? അതേസമയം വെള്ളം ഇഷ്ടംപോലെ കയ്യിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, വെള്ളം മാത്രം കുടിച്ചു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുന്നിലേക്ക് ഒരു കുപ്പി വെള്ളം കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അത് വേണ്ടി വരുമോ? അതുപോലെയാണ് അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് അവരുടെ അനുഭവങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് എല്ലാം നോർമൽ ആണെന്ന് തിരിച്ചറിയാം. എല്ലാ കാര്യങ്ങളും നോർമലാണ്. ഒന്നും എന്തല്ല അബ്നോർമൽ അല്ല. ആ തിരിച്ചറിവിലൂടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ? സ്റ്റക്കായി നിൽക്കാതെ മുന്നോട്ടേക്ക് പോവുക. നമ്മൾ റിയലൈസ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് തീരുമാനിച്ച് ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരിക്കലും സ്റ്റക്ക് ആവാതെ മുന്നോട്ടേക്ക് പോവുക. നമ്മളെ തിരിച്ചറിയാം, നമ്മൾ സ്നേഹിക്കുക, നമുക്ക് കെയർ കൊടുക്കുക. ഓക്കെ, തളർന്നു പോവാതിരിക്കുക. തളർന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്നും നമുക്ക് മുന്നോട്ടേക്ക് വരാം. മുന്നോട്ടേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് ഹെൽപ്പ് തേടാം. മേ ബി പാർട്ട്നേഴ്സിന്റെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെയോ തെറാപ്പിസ്റ്റിന്റെയോ ആരുടെയെങ്കിലും നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരു മനുഷ്യനെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഒരാളും ഇല്ലാതെ ആരും ഉണ്ടാവില്ല. ഇനി ആരും ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ തെറാപ്പിസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? ഇനി ഒരു മനുഷ്യനും എന്നെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് തെറാപ്പിസ്റ്റുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അത് തെരഞ്ഞെടുത്താൽ മതിയല്ലോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിക്കും. സോ ദെൻ ദിസ് ഈസ് യുവർ വേക്കപ്പ് കോൾ. ഇതാണ് നിങ്ങളുടെ വേക്കപ്പ് കോൾ. ഇനി എന്ത് ചെയ്യരുത്? ഞാൻ സ്റ്റക്കായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ദിസ് ഈസ് യുവർ വേക്കപ്പ് കോൾ. ഇന്ന് തന്നെ എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് ഇറങ്ങി വരിക. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഓക്കെ, ദെൻ പറഞ്ഞ പോലെ ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സംസാരം നമുക്ക് ഇവിടെ നിർത്താം. ഇനി ഇന്ററാക്ഷൻ ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, പറയാനുണ്ടെങ്കിൽ പറയാം. മാം, സെൽഫ് കെയർ നമ്മൾ പൊതുവെ പറയുമെങ്കിലും നമ്മൾ സ്വയം കണ്ടെത്താനായിട്ട് സമയം കണ്ടെത്താതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കൂടുതൽ സമയവും അങ്ങനെയാണ് കടന്നു പോകുന്നത് അല്ലേ? അതെ. കൂടുതൽ സമയം നമ്മൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അത് തന്നെയാണ് ഈ പറഞ്ഞതും. അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് എഴുതിക്കൊണ്ട് നമ്മൾ ഇമോഷൻസിനെ നമ്മൾ മൂടിക്കെട്ടുന്നു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൊടുക്കേണ്ട സമയം നമ്മൾ കൊടുക്കാതിരിക്കുന്നു. ഇതെല്ലാം ചിന്തിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കേ നഷ്ടമുള്ളൂ. നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. അപ്പൊ അതുകൊണ്ട്
ആ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം ആ ഒരു ഫാക്ടർ അവിടെ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സെൽഫ് കെയർ കൊടുക്കുക എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ പറയില്ലേ, ഇപ്പം വീടുകളില് ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കണം എന്നുണ്ടായിരിക്കും, പക്ഷെ ചില വീടുകൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ പറയും, യെസ്, നമ്മളുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുമ്പോ അതിന് ഒരു വില കൽപ്പിക്കാത്ത സ്ഥലങ്ങളും ഉണ്ടല്ലോ. ചിലയിടത്ത് ഉണ്ട് ഉണ്ട്. അത് അംഗീകരിക്കും, ചിലയിടത്താണ് അംഗീകരിച്ചു പോവുള്ളൂ. ചിലയിടത്ത് പറയും, നീ പിണ്ടരുത്, അല്ലെങ്കിൽ നീ അത് സംസാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അടിച്ചമർത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ഉണ്ട്. മലയാളികളുടെ ഒരുപാട് ഇടയിലുണ്ടല്ലോ. ടോക്സിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറുകളുള്ള സ്ഥലങ്ങളും സാഹചര്യങ്ങളും വീടുകളും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡോണ്ട് സീക്ക് വാലിഡേഷൻ. വാലിഡേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണ്ട, ശ്രമിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താണോ ശരിയെന്ന് ശ്രമിക്കണ്ട. തോന്നുന്നത് അതിലുറച്ച് നിൽക്കുക. വാലിഡേഷൻ ഓക്കെ. വാലിഡേഷൻ നൽകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രമേ വാലിഡേറ്റ് ചെയ്യുള്ളൂ. അവർക്കത് താല്പര്യമില്ലെങ്കിൽ അവരത് തരില്ല എന്നുള്ള അത് മനസ്സിലാക്കുക. എന്നിട്ട് എന്നിട്ട് ഓക്കെ. വീണ്ടും വാലിഡേഷന് വേണ്ടി പോകുന്നത് യാതൊരു അർത്ഥവുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റേണ്ടത്, ചെയ്യേണ്ട കാര്യം നമുക്ക് നമ്മളെ സൈലന്റ് വാലിഡേറ്റ് ആയിട്ടോ. ചെയ്യാം, അല്ലെ? നമ്മളെ വാല്യൂ ഓക്കെ. ചെയ്യാം, നമുക്ക് നമ്മളെ വാലിഡേറ്റ് ചെയ്യാം. ഉം. മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ. ഓക്കെ. മാഡം ഒരുപാട് സൈക്കോളജിസ്റ്റ് ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു, പക്ഷെങ്കിൽ ഇവിടെ ഒരു സിറ്റിങ്ങിന് 1000 റുപ്യ 2000 റുപ്യ ഈ എമൗണ്ട് ഒക്കെയാണ് ഇവിടെ പല ആൾക്കാരും വാങ്ങുന്നത്. മാഡത്തിനെ പോലെ ഇതിപ്പോ സൗജന്യമായിട്ട് കൊടുക്കുന്നവർ കുറവല്ലല്ലോ. അപ്പൊ അവരിലേക്ക് നമ്മൾ അങ്ങനെ എത്തുക, കൂടുതൽ സേവനങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സൈക്കോളജിസ്റ്റ് അല്ല, സൈക്കോളജി പഠിക്കുന്നുണ്ട്, സൈക്കോളജിസ്റ്റ് ആയിട്ടില്ല. പിന്നെ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫ്രീ വെബിനാറുകൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴോ കാണുമ്പോഴോ എന്ത് ചെയ്യുക, ഫ്രീ വെബിനാറുകളോ മറ്റോ കാണുമ്പോൾ അതിൽ ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതൊക്കെ ചോദിക്കാം. അതല്ലാത്തതിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അവരുടെ പ്രൊഫഷനാണ്, അവരുടെ ജീവിതമാണ്, അവരുടെ അരിയാണ്, അല്ലേ? അവരൊരേ സമയം സേവനം നടത്തുന്നതിനോടൊപ്പം തന്നെ അവരുടെ പ്രൊഫഷനാണത്. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾ നമ്മളും, അല്ലെ? നമ്മളിപ്പോ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് ഫീസ് കൊടുക്കില്ലേ? അതുപോലെ തന്നെയാണ് അവരുടെ ഫീസ് വാങ്ങുന്നത്. അല്ല, അവര് പഠിച്ച കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യല്ലേ, അപ്പൊ അത് നമ്മൾ ഓട്ടോമാറ്റിക് ഫീസ് കൊടുത്തേ പറ്റൂ. യെസ്, അത് അവരുടെ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇതുപോലെ അപ്പോഴും ഇതുപോലെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രീ ക്യാമ്പ് ഒക്കെ നടത്തുന്ന പോലെ സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ മോട്ടിവേറ്റർ സ്പീക്കേഴ്സ് ആയിട്ടുള്ള ആളുകളോ മൈൻഡ് ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകളോ ഫ്രീ വെബിനാറുകൾ ഇഷ്ടം പോലെ നടത്തുന്നുണ്ട്. എല്ലാം പെയ്ഡ് അല്ലല്ലോ, എല്ലാം പെയ്ഡ് അല്ല. എല്ലായിടത്തും ഇഷ്ടം പോലെ ഫ്രീ വെബിനാറുകളും ഫ്രീ സെഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവാം, അല്ലെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യും, അവരുമായിട്ട് സംസാരിക്കാം, മറ്റുള്ള കാര്യങ്ങൾ. പിന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫ്രീ വെബിനാർ അല്ലെങ്കിൽ ഫ്രീ വെബിനാർ നടത്തുന്ന ഒരു സ്ഥലത്തിൽ സാഹചര്യത്തിൽ പോയിട്ട് ഒരാളുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ ഓക്കെ, നിങ്ങൾ ഈ ഒരു ഫീസ് എനിക്കിപ്പോ തന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനുള്ള സൊല്യൂഷൻ പറയുന്ന ഒരാളും പറയില്ല. പ്രത്യേകിച്ച് മൈൻഡ് ട്രെയിനേഴ്സോ സൈക്കോളജിസ്റ്റോ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും പറയില്ല. അല്ല, ഈ മേഖലയിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടോ? അതായത് ഇപ്പോ നമ്മളിപ്പോ അട്രാക്ട് ചെയ്യുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൈൻഡ് ഡിപ്രഷൻ ആയ ആൾക്കാർ അവരെ സമീപിക്കല്ലോ. അല്ല, അവര് ക്വാളിഫൈഡ് ആണോ നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ യൂട്യൂബും തട്ടിപ്പ് എല്ലാ ഫേസ്ബുക്കിലും. മേഖലയിലും എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നില്ലേ? എല്ലാ മേഖലയിലും ഉണ്ട്. തട്ടിപ്പ് നടക്കാത്തതായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ? ഇല്ല. അപ്പൊ അത് തട്ടിപ്പാണോ അല്ലയോ എന്ന് തിരിച്ചറിയേണ്ടത് നമ്മളാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ എത്തിക്സ് എന്ന് പറയുന്നതിനനുസരിച്ചിട്ട് ഒരാളുടെ എത്തിക്സിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോ ഞാൻ ചെയ്യുന്നത് എന്റെ എത്തിക്സിനനുസരിച്ചിട്ട് ഞാൻ അവിടെ തട്ടിപ്പ് നടത്താൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഒരാളെ അത് ഓരോന്നിനും ഓരോ എത്തിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ കീപ്പ് ചെയ്യണം എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ ചെയ്യാതെ എല്ലാവരും ചെയ്യണം എന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. ഓരോ മനുഷ്യരും വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമ്മുടെ കാര്യം വരുമ്പോൾ നമുക്കത് തീരുമാനിക്കാം. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ കാര്യം വരുമ്പോഴും നമുക്കത് തീരുമാനിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരാളോ രണ്ടാളോ അല്ലല്ലോ മൈൻഡ് ട്രെയിനേഴ്സ് ആയിട്ടോ സൈക്കോളജിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്തുന്നവരോ ഉള്ളത് അല്ല, ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും, അല്ലേ? നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരാളടുത്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നില്ലല്ലോ. നല്ലൊരാളെ പോയി നമുക്ക് തെരഞ്ഞെടുത്ത് തീരുമാനിച്ച് മുന്നോട്ടേക്ക് വരാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. ഹോസ്പിറ്റലിൽ ക്ലിനിക്കലായിട്ട് അപ്രൂവൽ ആയിട്ട് അവര് ഉണ്ടാവും, ലൈസൻസ് ഉള്ളവര്. അവിടെ പോയി നമ്മൾ ക്ലിനിക്കലി
ലൈസൻസ്ഡ് ആയിട്ടുള്ള കൗൺസിലിങ്ങിനാണ് പോകുന്നത്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാനാണ്, ക്ലിനിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുള്ള അല്ലെങ്കിൽ ക്ലിനിക്കൽ ഉള്ള ആളുകളുണ്ടല്ലോ, അവരിപ്പോ ഒരുപാട് കാണും. പേരുണ്ട്. അതൊന്നും തട്ടിപ്പല്ല. ഇനിയിപ്പോ അപ്പൊ ഒരുവിധം എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് സൈക്കോളജിസ്റ്റിന്റെ സേവനം അവൈലബിൾ ആണ്. അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് തട്ടിപ്പല്ല. അവര് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അത് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റും. ദെൻ അവിടെ ഫീസ് വരുന്നത് ഡെഫിനറ്റ്ലി അത് അവരുടെ ഫീസാണ്. അതവര് പഠിച്ച് അവരുടെ ജോലിയാണ്, അവരുടെ ജീവിതമാർഗമാണ്, എല്ലാം ഒരുപോലെ ആയിരിക്കും അവിടെ. അവരുടെ സേവനത്തിന് അവരൊരു എമൗണ്ട് ഇടുന്നു. ഇനി അവിടെയും ഈ പറഞ്ഞ പോലെ ചില മനുഷ്യത്തിന്റെ ബേസിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ ബേസിലോ ചിലരിൽ നിന്നും ഫീസ് വാങ്ങാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അത് അപ് ടു ദർ അല്ലെ, അവരുടെ ഇമോഷൻ അനുസരിച്ച്, അവരുടെ തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും. മുഴുവൻ സമയം ഫ്രീ ആയിട്ടുള്ള സേവനം നടത്തുക എന്ന് പറയുന്നത് അവരുടെ ജീവിതമല്ലേ, ജീവിതമാർഗമല്ലേ, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. എന്നാൽ അതേസമയം അവർ ഇതുപോലെ എന്ത് ചെയ്യും, അവരും ഫ്രീ വെബിനാറുകളും ഫ്രീ ആയിട്ടുള്ള ഓഫ്ലൈൻ സെഷനുകളും മറ്റും നടത്തിക്കൊണ്ട് അവരുടേതായ രീതിയിൽ സേവനം നടത്താറുണ്ട്. ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം ഒരുപോലെ പോകണമെങ്കിൽ ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? നല്ലൊരു അമേസിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു, നല്ല ഇഫക്റ്റീവ് ആയിരുന്നു. മാമിന്റെ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചത് താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് ലിസണിങ് ആൻഡ് ആക്റ്റീവ് ഹിയറിംഗ്. മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാം, ഓക്കെ, ചോദിച്ചോളൂ. ഞങ്ങളിപ്പോ ഇപ്പൊ നമ്മളെ ഇമോഷൻ ഇപ്പൊ നമ്മൾ പ്രകടിപ്പിക്കുക, ഇപ്പൊ ഞങ്ങളോട് ഒരാൾ എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ ഞങ്ങൾക്കൊരു തോന്നലുണ്ട്, അങ്ങോട്ടേക്ക് അവർക്ക് അതിനുള്ള മറുപടി കറക്റ്റ് ആയിട്ട് കൊടുക്കണോ? ചിലപ്പോ നമ്മളത് അവർക്കത് വേദന ആവോ എന്നുള്ളത് ഞങ്ങൾ തിങ്ക് ആക്കുന്നത് അത് തെറ്റാണ്. അത് ഏത് രീതിയിലും നമ്മൾ അവർക്ക് വേദന ആവും എന്നുള്ളത് നമ്മൾ തിങ്ക് ആക്കണല്ലോ. അപ്പൊ അത് എങ്ങനെയാ? അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ കൊടുക്കുന്ന മറുപടി വേദനിക്കാത്ത രീതിയിൽ പറയുന്നതായിരിക്കണം. നമ്മൾ പറയുന്ന വാക്കുകളിൽ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പറയുന്ന വാക്കുകളിൽ അവർക്ക് വേദന ആവാത്ത രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതെ, ഷൗട്ട് ചെയ്യാതെ കാമായി നമുക്ക് പറയാൻ പറ്റുമല്ലോ. ആ അവർക്ക് സമയത്ത് വേദന സൈലന്റ് ആയിരിക്കുക, കുറച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് സമയത്തിന് ശേഷം മറുപടി നമുക്ക് അത്ര ഹാർട്ടായിട്ടുള്ള വേർഡ് വരില്ല. അതായത് ഞാൻ കുറച്ച് ഈ ആംഗ്രി മാനേജ്മെന്റിന്റെ ഭാഗത്തിലൊക്കെ പറയാറുണ്ടല്ലോ, അതായത് പോസ് ആൻഡ് തിങ്ക്. ആ സമയത്ത് നമ്മൾ പോസ് ചെയ്യുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോസ് ആൻഡ് റിയാക്ട്, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എപ്പോ ചെയ്യുകയാണെങ്കിലും നമ്മളിൽ വരുന്ന വാക്കുകളിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കുക. മറ്റൊരാൾക്ക് വേദന ആവുന്ന തരത്തിലുള്ള വാക്കുകൾ നമ്മൾ പറയാതിരിക്കുക എന്നുള്ളത് നമ്മൾ കുറച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം സ്വാഭാവികമായിട്ട് നമ്മളിൽ വരും. അങ്ങനെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതല്ലാതെ നമ്മൾ പ്രതികരിക്കരുത് എന്നല്ല, പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ, പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുക തന്നെ വേണം. കുറച്ച് സമയം സൈലന്റ് ആയിരിക്കുക, എന്നിട്ട് ആ വാക്ക് നമ്മളെയാണോ പറഞ്ഞതെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിന്റെ ഇമോഷൻ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാകുമ്പോ പെട്ടെന്ന് നമുക്കത് റിക്കവർ ചെയ്യാനും പറ്റുന്നതാണ് എന്റെ വിശ്വാസം. ഞാൻ അങ്ങനെയാണ് പറയുമ്പോ മിണ്ടാതിരിക്കുക കുറച്ചു നേരം, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ സമയത്ത് നമ്മൾ പറയുന്ന സമയത്ത് ശേഷം പ്രതികരിക്കുക. ആ ഒരു സമയത്ത് മൊമെന്റിൽ അപ്പൊ തന്നെ പ്രതികരണം കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് തിങ്ക് ചെയ്യുക, എന്നിട്ട് റിയാക്ട് ചെയ്യുക. അല്ലാതെ ഒരിക്കലും റിയാക്ട് ചെയ്യരുത്, റിയാക്ട് ചെയ്യുന്നത് ഒരു തെറ്റാണ്, അങ്ങനെയില്ല. റിയാക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ, റിയാക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ റിയാക്ട് ചെയ്യുക തന്നെ വേണം. ഈ റിയാക്ഷൻ നമുക്കൊരു ബാധ്യതയായി മാറരുത്. റിയാക്ട് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് സോഫ്റ്റ് ഇമോഷൻസ് അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും നമുക്കൊരു ബാധ്യതയായി മാറരുത്. നമ്മൾ ചെയ്യേണ്ട സമയത്ത് ഇതെല്ലാം ചെയ്യണം. അവിടെ നമ്മുടെ പ്രൊഫഷനോ നമ്മളൊന്നും അവിടെ ഒരു ബാധ്യതയായി മാറരുത്. അവിടെ നമ്മളൊരു വ്യക്തി എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ എന്നും പ്രൊഫഷണലി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരുന്ന എന്നെ വേറൊരു വ്യത്യസ്തമായ രീതിയിൽ കാണുമ്പോൾ
അത് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കണം. എനിക്ക് എപ്പോഴും ഒരുപോലെ വരാൻ പറ്റില്ല, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളത് എന്റെ കാര്യമാണ്. അത് ഞാന് നിങ്ങളെ പേടിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അങ്ങനെയൊക്കെ ആ ഒരു വീണ്ടും ശ്രദ്ധിക്കുക എന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഞാന് ഇതാവുമ്പോ അതെനിക്കൊരു ഭാരമായി മാറും. അതേസമയം ഞാൻ ഇറ്റ്സ് ഓക്കെ, ക്വൈറ്റ് നോർമൽ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും അക്സെപ്റ്റബിൾ ആണ്. അതേസമയം എനിക്ക് എന്റെ ഒരു പേടിയില്ലായ്മയാണ്. അല്ലേ? അപ്പൊ അത് ഒന്നും നമുക്ക് ബാധ്യതയായി മാറരുത് എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യേണ്ട കാര്യം. അതേസമയം ഞാന് ഈ പറഞ്ഞ പോലെ എന്താണ്, നമ്മൾ ഭയങ്കര ഇമോഷണലി ബോൾഡ് ആണ്, സ്ട്രോങ് ആണ്, സോ എപ്പോഴും അങ്ങനെ ഉണ്ടാവണം അങ്ങനെയൊന്നുമില്ല. ഇതല്ലാത്ത സാഹചര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും. അപ്പൊ അതല്ലാത്ത സാഹചര്യങ്ങൾ നമുക്കൊരു ബാധ്യതയായി മാറാതെ നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് പ്രാധാന്യം. അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മളായിട്ട് നിൽക്കാൻ പറ്റണം. എന്ന് വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുടങ്ങി പോകരുത്. അതും നമ്മൾ ചെയ്യണം. അപ്പൊ ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകണം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ ദെൻ താങ്ക് യു ഫോർ ആക്റ്റീവ് ഷെയറിങ് ആൻഡ് ലിസണിങ്. നല്ല രീതിയിൽ കേട്ടിരുന്നതിനും ശ്രദ്ധിച്ചിരുന്നതിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാം. എല്ലാവർക്കും ഒരു വേക്കപ്പ് കോൾ ആയിട്ട് ഇത് കാണാം. ഒന്നും ആർക്കും ഒരു ബാധ്യതയാവരുത്, ഒരു ഇമോഷൻസിനെയും ബാധ്യതയായി കാണരുത്. വ്യക്തിത്വത്തിന് താങ്ക് യു വെരി പ്രാധാന്യം മച്ച്. കൊടുക്കുക. ഇനി ഇതുപോലത്തെ നല്ല നല്ല ക്ലാസ്സുകളായിട്ട് ഇനിയും വരാൻ മാഡത്തിന് പറ്റട്ടെ, കേൾക്കാൻ ഞങ്ങൾക്കും താങ്ക് പറ്റട്ടെ. യു സോ മച്ച്. ഓക്കെ, Thank you, ma'am. താങ്ക് യു. Thank you, Aisha ma'am. Thank you very much. താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് വീണ്ടും എല്ലാവരോടും വീണ്ടും അഗൈൻ താങ്ക്സ് പറയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ തരുന്ന ഓരോ പ്രാർത്ഥനയും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അത് ഞാൻ അനുഭവിച്ചതാണ്. ആ പ്രാർത്ഥനയുടെ ഫലം എന്താണ് എന്നുള്ളത് എന്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്കൊരു മിറക്കിളായിട്ട് ഇതെല്ലാം, നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം ഒരു മിറക്കിളായിട്ട് എനിക്ക് വന്നു എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇനിയും എന്നും എപ്പോഴും ഇതെല്ലാം കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ്. ആൻഡ് ഓൾസോ ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. കുടുംബത്തിൽ ഓക്കെ, ബൈ. എല്ലാവർക്കും Thank you, ma'am. Thank you. താങ്ക് യു. താങ്ക് യു ഓക്കെ, ബൈ. മാം.